ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. കർത്താവായ യേശു ഈ ലോകത്തിൽ വന്നത് സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള സത്യം നമുക്ക് മനസ്സിലാക്കി തരാനാണ്. സത്യം മനസ്സിലാക്കാൻ, അതിനെ നേടാൻ, സത്യം ഗ്രഹിക്കാൻ ദൈവം ഇന്ന് നമുക്ക് ഏവർക്കും കൃപ തരട്ടെ. എങ്ങനെയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മിൽ പ്രവർത്തിക്കുന്നത്? എങ്ങനെയാണ് ദൈവത്തിൻ്റെ അത്ഭുതം നമ്മിൽ പ്രവർത്തിക്കുന്നത്? ദിവസേനയുള്ള ദൈവത്തിൻ്റെ അത്ഭുതം എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത്? എന്താണ് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്? ഇതിനെക്കുറിച്ചുള്ള സത്യം മനസ്സിലാക്കാൻ ഇന്ന് ദൈവം തന്നെ നമ്മെ സഹായിക്കട്ടെ. ദൈവരാജ്യത്തെക്കുറിച്ചും ദൈവവചനത്തെക്കുറിച്ചും ദൈവസ്നേഹത്തെക്കുറിച്ചുമുള്ള സത്യം എന്ത് എന്ന് അറിയാൻ ദാഹത്തോടെ നമുക്കിന്ന് പ്രാർത്ഥിക്കാം. ഓരോ വ്യക്തികളുടെ സഹനങ്ങളുടെ സത്യം എന്താണ്? അത് തിരിച്ചറിയാൻ നമുക്ക് ദൈവത്തിൽ നിന്നും കൃപാവരങ്ങൾ ചോദിക്കാം. ദൈവഭയത്തെക്കുറിച്ചുള്ള സത്യം എന്താണ്? പലയിടത്തും ധാരാളം ധ്യാനം കൂടി, ധാരാളം ദൈവവചനം കേട്ടു, പല പ്രാർത്ഥനാലയങ്ങളിൽ പോയി പ്രാർത്ഥിച്ചു, ഒത്തിരി നൊവേനകൾ കൂടി, ഒത്തിരി മോട്ടിവേഷൻ പ്രസംഗങ്ങൾ കേട്ടിട്ടും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും അഭിവൃദ്ധിയും ഇല്ലാത്തതിൻ്റെ സത്യം എന്താണ്? ജീവിക്കാൻ തന്നെ മടുപ്പ് തോന്നുന്നു. ഇതിൻ്റെ സത്യം എന്താണ് എന്ന് ഇന്ന് ദൈവത്തോട് നമുക്ക് ആരായാം. നമ്മുടെ ജീവിതത്തിനെ കുറിച്ചുള്ള സത്യം, ജീവിത ലക്ഷ്യം എന്താണ്? ദൈവം നമ്മോട് പറഞ്ഞ ഓരോ വാക്കിൻ്റെയും സത്യം എന്താണ്? ദൈവം നമ്മോട് പറഞ്ഞ ഓരോ കാര്യത്തിൻ്റെയും, ഓരോ അടയാളങ്ങളുടെയും സത്യം എന്താണ്? തിരിച്ചറിയാനായി ഇന്നത്തെ ദിവസം സത്യാത്മാവിനെ നമുക്ക് ചോദിച്ചു വാങ്ങിക്കാം. സത്യാത്മാവ് വന്നു കഴിയുമ്പോൾ നമ്മെ എല്ലാ സത്യത്തിലേക്കും, സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്കും നമ്മെ ഓരോരുത്തരെയും നയിക്കും. ഇന്ന് ലോകം നമുക്ക് വെച്ച് നീട്ടുന്ന അനുഗ്രഹങ്ങളുടെ പട്ടിക എന്തുകൊണ്ട് നമുക്ക് വരുന്നില്ല? സത്യാത്മാവേ, എൻ്റെ ജീവിതത്തെ നീ എനിക്ക് തന്നെ വെളിപ്പെടുത്തി തരണമേ. എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള സത്യം എനിക്ക് മനസ്സിലാക്കി തരണമേ. ഞാൻ കേൾക്കുന്ന പ്രാർത്ഥനകളുടെയും, ഞാൻ കേൾക്കുന്ന പ്രസംഗങ്ങളുടെയും, ഞാൻ കേൾക്കുന്ന ധ്യാന പ്രസംഗങ്ങളുടെയും സത്യം എനിക്ക് മനസ്സിലാക്കി തരണമേ. കർത്താവായ ദൈവം എന്നിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? എന്താണ് ഞാൻ ലോകത്തിൻ്റെ എന്ന് കേൾക്കുന്നത്? ഇതിലുള്ള സത്യം എനിക്ക് മനസ്സിലാക്കി തരണമേ. കർത്താവേ, ഇന്നത്തെ ദിവസം അങ്ങയുടെ സത്യാത്മാവിനെ എന്നിലേക്ക് അയച്ച് സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എന്നെ നയിക്കണമേ. എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള സത്യം എനിക്ക് പറഞ്ഞു തരണമേ. മറ്റുള്ളവരുടെ പ്രാർത്ഥനയും പ്രസംഗങ്ങളും കേൾക്കുമ്പോൾ ദൈവമേ, അത് ദൈവത്തിൽ നിന്നാണോ എന്ന സത്യം എനിക്ക് മനസ്സിലാക്കി തരണമേ. കർത്താവായ ദൈവമേ, ഈ ലോകത്തിൻ്റെ പ്രലോഭനങ്ങളിൽ നിന്ന് ഇന്ന് എന്നെ വിടുവിക്കണമേ. എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ പ്രലോഭനങ്ങൾ ഉണ്ടാകുന്നു എന്നതിൻ്റെ സത്യം എനിക്ക് മനസ്സിലാക്കി തരണമേ. എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ തകർച്ചകൾ വിട്ടുമാറാതെ നിൽക്കുന്നു എന്നതിൻ്റെ സത്യം എനിക്ക് മനസ്സിലാക്കി തരണമേ. എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ പരാജയങ്ങൾക്കുമേലെ പരാജയങ്ങൾ വരുന്നു, കടബാധ്യതകൾ വിട്ടുമാറുന്നില്ല, രോഗഭീഷണികൾ വിട്ടുമാറുന്നില്ല, തകർച്ചകൾ മാറുന്നില്ല? ഇതിൻ്റെ സത്യം എന്താണ് എന്ന് ദൈവമേ ഇന്നെനിക്ക് വെളിപ്പെടുത്തി തരണമേ. സത്യാത്മാവേ, ദൈവത്തിൻ്റെ ആത്മാവേ, എൻ്റെ ജീവിതം സത്യത്തിൻ്റെ മാർഗത്തിലൂടെയാണോ നയിക്കപ്പെടുന്നത് എന്ന സത്യം എനിക്ക് മനസ്സിലാക്കി തരണമേ. നീതിയുടെ മാർഗത്തിലൂടെയാണോ ഞാൻ ചരിക്കുന്നത് എന്ന സത്യം ഇന്നെനിക്ക് ബോധ്യപ്പെടുത്തി തരണമേ. കർത്താവേ, നീതിമാനായ ദൈവമേ, ഇന്നത്തെ ദിവസം സകല അപകടങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ദൈവവചനം ഇപ്രകാരം പറയുന്നു. സങ്കീർത്തനം 53 അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ
ഇപ്രകാരം അരുളി ചെയ്തിരിക്കുന്നു: ദൈവമില്ല എന്ന് ഭോഷൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. മ്ലേച്ഛതയിൽ മുഴുകി അവർ ദുഷിച്ചിരിക്കുന്നു. നന്മ ചെയ്യുന്നവരാരുമില്ല. ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യമക്കളെ നോക്കുന്നു. ദൈവത്തെ തേടുന്ന ജ്ഞാനികളുണ്ടോ എന്ന് അവിടുന്ന് ആരായുന്നു. എല്ലാവരും വഴിതെറ്റി ഒന്നുപോലെ ദുഷിച്ചു പോയി. നന്മ ചെയ്യുന്നവനില്ല, ഒരുവൻ പോലുമില്ല. ഈ അധർമ്മികൾക്ക് ബോധമില്ലേ? ഇവർ എൻ്റെ ജനതയെ അപ്പം പോലെ തിന്നൊടുക്കുന്നു. ഇവർ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നില്ല. അതാ അവർ പരിഭ്രാന്തരായി കഴിയുന്നു. ഇന്നോളം കണ്ടിട്ടില്ലാത്ത പരിഭ്രാന്തി. ദൈവം അധർമ്മികളുടെ അസ്ഥികൾ ചിതറിക്കും. അവർ ലജ്ജിതരാകും. ദൈവം അവരെ കൈവെടിഞ്ഞിരിക്കുന്നു. ഇസ്രായേലിൻ്റെ വിമോചനം സിയോനിൽ നിന്ന് വന്നിരുന്നു എങ്കിൽ ദൈവം തൻ്റെ ജനത്തിൻ്റെ സുസ്ഥിതി പുനഃസ്ഥാപിക്കുമ്പോൾ യാക്കോബ് ആനന്ദിക്കും, ഇസ്രായേൽ സന്തോഷിക്കും എന്ന് തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്നു. കർത്താവെ, ദൈവത്തെ തേടുന്ന ജ്ഞാനികളുണ്ടോ? മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ സത്യത്തെ മനസ്സിലാക്കുന്ന ജ്ഞാനികളുണ്ടോ? സത്യം എന്തെന്ന് അന്വേഷിച്ചിറങ്ങുന്ന ജ്ഞാനികളുണ്ടോ? ഈ ലോകത്തെക്കുറിച്ചുള്ള സത്യം, ദൈവത്തെക്കുറിച്ചുള്ള സത്യം, ഞാൻ ആരാധിക്കുന്ന എൻ്റെ ദൈവത്തെക്കുറിച്ചുള്ള സത്യം മനസ്സിലാക്കാൻ സത്യാത്മാവെ ഇന്ന് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് സത്യത്തിൻ്റെ പൂർണ്ണതയായ യേശു ക്രിസ്തുവിലേക്ക് എന്നെ നീ നയിക്കണമേ. ഞാൻ വഴിയും സത്യവും ജീവനുമാണ് എന്നരുളി ചെയ്ത യേശുനാഥ, അങ്ങയുടെ സത്യത്തിൻ്റെ പാതയിലൂടെ, ഇടുങ്ങിയതും ദുഷ്കരവുമായ വഴിയിലൂടെ എന്നെ നയിക്കണമേ. ഇടുങ്ങിയതും ദുഷ്കരവുമായ വഴിയുടെ സത്യം എന്ത് എന്നെനിക്ക് മനസ്സിലാക്കി തരണമേ. എൻ്റെ ജീവിതത്തിൽ ഇനിയൊരിക്കലും എളുപ്പവഴി പോകാതെ, എളുപ്പവഴി കാര്യങ്ങൾ സാധിച്ചെടുക്കാതെ, ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം നീതിയുടെ പാതയിൽ നടന്ന് എൻ്റെ ദൈവത്തിൽ നിന്നും എനിക്ക് ഉള്ള അവകാശത്തെ നേടിയെടുക്കാൻ എന്നെ ഇന്ന് സഹായിക്കണമേ. എൻ്റെ കർത്താവായ ദൈവമേ, എൻ്റെ ഹൃദയത്തിൽ സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമേ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരിലും സത്യാത്മാവിനെ നിറയ്ക്കണമേ. കർത്താവേ, ലോകത്തിൻ്റെ തിന്മകളെ, ലോകത്തിൻ്റെ നുണകളെ ഞങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ, അതിൽ നിന്ന് പിന്തിരിയണമെങ്കിൽ കർത്താവായ ദൈവമേ, സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നിൽ ആവസിക്കപ്പെടണമേ. സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഇന്നത്തെ ദിവസം എന്നെ നീ അഭിഷേകം ചെയ്യണമേ. സത്യാത്മാവെ, എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും എനിക്ക് വെളിപ്പെടുത്തി തരണമേ. എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും സത്യം എനിക്ക് മനസ്സിലാക്കി തരണമേ. കർത്താവേ, എൻ്റെ ജീവിതത്തിലുള്ള എല്ലാ പരാജയങ്ങളുടെയും സത്യം എനിക്ക് മനസ്സിലാക്കി തരണമേ. എൻ്റെ ജീവിതത്തിൽ ഒരു അഭിവൃദ്ധിയില്ല, നാൾക്ക് നാൾ ദുരിതങ്ങൾ കൂടിക്കൂടി വരുന്നു. എന്താണ് ഇതിൻ്റെ സത്യം എന്നെനിക്ക് മനസ്സിലാക്കി തരണമേ. എൻ്റെ ജീവിതത്തിൽ എന്നെ സഹായിക്കാൻ ആരുമില്ല, എനിക്ക് തുണയായി ആരുമില്ല. എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തി എനിക്കെതിരെ അപവാദം പറഞ്ഞു വരുത്തുന്നു. ഇതിൻ്റെ സത്യം എന്താണ്? കർത്താവേ, എൻ്റെ ജീവിത തകർച്ച ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ ഈ ആഗ്രഹത്തിൻ്റെ പിന്നിലുള്ള സത്യം എന്താണ്? എൻ്റെ ജീവിതത്തിന് മാറ്റം വരുത്താനാണ് ദൈവം ആഗ്രഹിക്കുന്നതെങ്കിൽ കർത്താവേ, ഇന്ന് എന്നെക്കുറിച്ചുള്ള സത്യം എനിക്ക് മനസ്സിലാക്കി തരണമേ. എൻ്റെ ദൈവമേ, ഞാൻ ദൈവത്തിൻ്റെ സത്യത്തിൻ്റെ പാതയിലൂടെ നയിക്കപ്പെടുമ്പോൾ, ദൈവാത്മാവിനാൽ ഞാൻ നയിക്കപ്പെടുമ്പോൾ, ഞാൻ എളുപ്പവഴി നേടി എൻ്റെ ജീവിതത്തിൽ പല കാര്യങ്ങളും എളുപ്പവഴിയിൽ കൂടി, കുറുക്കുവഴിയിൽ ഞാൻ നേടിയെടുത്ത് അസത്യത്തിൻ്റെ മാർഗത്തിൽ കൂടി ഞാൻ ചരിച്ച്, നുണയുടെ വാക്കുകൾ ഞാൻ വിശ്വസിച്ച്, സത്യാത്മാവിൽ നിന്നും അകന്നുപോയ ആ മഹാസത്യം ഇന്നെനിക്ക് വെളിപ്പെടുത്തി തരണമേ. കർത്താവായ ഈശോയെ,
എൻ്റെ ജീവിതത്തിലെ ഓരോ അവസ്ഥയുടെയും സത്യം എനിക്ക് മനസ്സിലാക്കി തന്ന് എൻ്റെ തെറ്റുകൾ കൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ തകർച്ചകൾക്ക് മേലെ തകർച്ചകൾ. എല്ലാവരും എന്നെ ഉപേക്ഷിച്ച് പോകുന്നത് എൻ്റെ ചില തെറ്റായ തീരുമാനങ്ങൾ, എൻ്റെ ചില തെറ്റായ പ്രവൃത്തികൾ കൊണ്ടാണ് എങ്കിൽ എൻ്റെ കർത്താവേ, ഇന്ന് ദൈവീക അനുതാപം നൽകി സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ എന്നിലേക്ക് അയച്ച് എനിക്കെവിടെയാണ് തെറ്റുപറ്റിപ്പോയത് എന്ന സത്യം എനിക്ക് മനസ്സിലാക്കി കർത്താവായ യേശുവിലേക്ക് തിരികെ വരുവാൻ അനുതാപമുള്ള ഹൃദയത്തോടെ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ, വിശ്വാസമുള്ള പ്രതീക്ഷയുള്ള ഹൃദയത്തോടെ ദൈവത്തിലേക്ക് തിരിച്ചു വരാൻ സത്യാത്മാവേ എന്നെ സഹായിക്കണമേ. എൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ അനുഗ്രഹങ്ങളുടെ സത്യം എനിക്ക് മനസ്സിലാക്കി തന്ന് എൻ്റെ കർത്താവെ, ദൈവത്തിലേക്ക് തിരിച്ചു വരുവാൻ എനിക്ക് അനുതാപമുള്ള ഹൃദയം നൽകി, എളിമയുള്ള ഹൃദയം നൽകി സത്യാത്മാവെ എന്നെ നയിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദിവസേനയുള്ള അനുഗ്രഹം, ദിവസേനയുള്ള അത്ഭുതം എൻ്റെ ജീവിതത്തിൽ എന്നെ മാറ്റം വരുത്തിയാൽ, എൻ്റെ വ്യക്തി ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചാൽ, അനുതാപമുള്ള ജീവിതം നയിക്കാൻ എന്നെ സഹായിച്ചാൽ, അത് തന്നെയാണ് ഏറ്റവും വലിയ അത്ഭുതവും അനുഗ്രഹവും. വചനം പറയുന്നു, ഈ ലോകത്തിൽ ഒരു പാപി മാനസാന്തരപ്പെട്ടാൽ സ്വർഗരാജ്യം മുഴുവൻ സന്തോഷിക്കുന്നു. അതിനാൽ എൻ്റെ ജീവിതത്തിൽ സത്യം എന്താണ് എന്നറിഞ്ഞ് ബോധ്യപ്പെട്ട് ദൈവത്തിലേക്ക് തിരിഞ്ഞ് ഞാനൊരു പുതിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയാകുമ്പോൾ അവിടെയാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും അനുഗ്രഹങ്ങളും എന്ന് ദൈവം ഇന്ന് നമ്മോട് ഓർമ്മിപ്പിച്ചു തരുന്നു. അതിനാൽ നമ്മുടെ വ്യക്തി ജീവിതത്തിന് മാറ്റം വരുത്തണം. കഴിഞ്ഞ കാലങ്ങളിലേക്ക് നോക്കുക. എവിടെയാണ് ഞാൻ കുറുക്കുവഴി നേടി എൻ്റെ ജീവിതത്തിൽ പല കാര്യങ്ങളെയും നേടിയെടുത്തു? എവിടെയാണ് ഞാൻ എളുപ്പവിദ്യ ഉപയോഗിച്ച് സത്യത്തിൻ്റെ മാർഗത്തിൽ നിന്ന് മാറിപ്പോയി? ഞാൻ ജീവിതത്തിൽ പല നേട്ടങ്ങളും കൊയ്യാൻ ശ്രമിച്ചു, പക്ഷേ അതെല്ലാം എൻ്റെ തകർച്ചയ്ക്ക് കാരണമായി എന്ന് ഇപ്പോൾ സത്യാത്മാവ് എനിക്ക് മനസ്സിലാക്കി തരുന്നു. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തു കൂട്ടിയ, ഞാൻ പറഞ്ഞു പരത്തിയ, ഞാൻ പ്രവർത്തിച്ചു കൂട്ടിയ അനേകം തിന്മകളുണ്ട്, അനേകം അപരാധങ്ങളുണ്ട്. കർത്താവേ, ഇതിൻ്റെ എല്ലാം സത്യം എനിക്ക് മനസ്സിലാക്കി തന്ന് ഇന്നത്തെ ദിവസം സത്യാത്മാവിനാൽ നയിക്കപ്പെടുന്നതിനും അനുതാപത്തോടെ ദൈവത്തിലേക്ക് തിരികെ വരുന്നതിനും എൻ്റെ തെറ്റ് എൻ്റെ കർത്താവായ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിച്ച് ഈ നൊയമ്പുകാലം അനുതാപത്തിൻ്റെയും എളിമയുടെയും വിശുദ്ധിയുടെയും ഹൃദയം സമ്പാദിച്ച് കർത്താവിലേക്ക് തിരികെ വന്ന് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ഓരോ നിമിഷവും അനുഭവിച്ചറിയാൻ എൻ്റെ കർത്താവേ, ഇന്നത്തെ ദിവസം എന്നെയും എൻ്റെ കുടുംബാംഗങ്ങളെയും സഹായിക്കണമേ. ജീവിതത്തിൽ ഒരിക്കലും എളുപ്പവിദ്യ നേടാൻ ഇനി എന്നെ അനുവദിക്കല്ലേ. ജീവിതത്തിൽ ഒരിക്കലും കുറുക്കുവഴി നേടാൻ എന്നെ അനുവദിക്കല്ലേ. എൻ്റെ ദൈവത്തിൻ്റെ പാതയിലൂടെ, സത്യത്തിൻ്റെ പാതയിലൂടെ ഇനി എത്രയധികം എനിക്ക് നഷ്ടങ്ങൾ വന്നാലും, പരാജയങ്ങൾ വന്നാലും, കാലതാമസങ്ങൾ വന്നാലും എൻ്റെ ദൈവത്തിൻ്റെ സത്യത്തിൻ്റെ പാതയിൽ നിന്ന് ഞാൻ വ്യതിചലിക്കുകയില്ല എന്ന ദൃഢനിശ്ചയത്തോടെ എൻ്റെ കർത്താവേ, ഇന്നത്തെ ദിവസം എനിക്ക് അനുതാപമുള്ള ഹൃദയം നൽകി എൻ്റെ യേശുവിൽ വസിക്കുന്നതിന്, അവിടുത്തെ സ്നേഹം നുകരുന്നതിന്, അവിടുത്തെ ആനന്ദം അനുഭവിച്ചറിയുന്നതിന്, എൻ്റെ കർത്താവിൻ്റെ സമാധാനം എൻ്റെ ഹൃദയത്തിൽ ഭരണം നടത്തുന്നതിന് ഇന്നത്തെ ദിവസം സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവെ എന്നെ നയിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവിക അനുതാപവും പശ്ചാത്താപവും എൻ്റെ വ്യക്തി ജീവിതത്തിൻ്റെ മാറ്റങ്ങളും കാണുമ്പോൾ ഇന്ന് സ്വർഗം സന്തോഷിക്കുന്നതിന് കർത്താവെ അങ്ങ് ഇടയാക്കണമേ. എൻ്റെ ജീവിതത്തിൽ രൂപാന്തരങ്ങൾ സംഭവിക്കുന്നത് കണ്ടിട്ട് സ്വർഗം സന്തോഷിക്കുന്നതിന് ഇന്ന് ഇടയാക്കണമേ. പരിശുദ്ധാത്മാവേ, സത്യത്തിൻ്റെ ആത്മാവേ, സ്വർഗം ഇന്ന് എന്നെ പ്രതി സന്തോഷിക്കുവാൻ അവിടുന്ന് ഇടയാക്കണമേ. എൻ്റെ കുടുംബാംഗങ്ങളെ പ്രതി സന്തോഷിക്കുവാൻ അവിടുന്ന് ഇടയാക്കണമേ. എൻ്റെ തീരുമാനങ്ങളെ പ്രതി സന്തോഷിക്കുവാൻ
ഇന്ന് സ്വർഗം ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ മക്കൾ എഴുതുന്ന പരീക്ഷയെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇന്ന് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അവരുടെ കൂടെ ഇരുന്ന് അവരെ സഹായിക്കണമേ. പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളുടെ കൂടെ ഇരുന്ന് സഹായിക്കണമേ. ജോലിക്ക് പോകുന്ന വ്യക്തികളുടെ ഓരോരുത്തരുടെയും കൂടെ ഇരുന്ന് നീ അവർക്ക് ആവശ്യമായ സഹായവും ധൈര്യവും ശക്തിയും ജ്ഞാനവും അറിവും നൽകി ജോലി ചെയ്യാനുള്ള പ്രാവീണ്യം നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. രോഗികളായ എല്ലാവർക്കു വേണ്ടിയും ഇപ്പോൾ ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരുണ എല്ലാ രോഗികളുടെ മേലും നിറയട്ടെ. എല്ലാ രോഗികൾക്കും സൗഖ്യവും സമാധാനവും വിടുതലും ആരോഗ്യവും ശക്തിയും യേശുനാമത്തിൽ ലഭിക്കട്ടെ. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുത്തട്ടെ. എല്ലാവരുടെയും ഹൃദയത്തിൽ നിന്ന് ദുഃഖം വിട്ടുപോകട്ടെ. പ്രത്യാശയും പ്രതീക്ഷയും കൊണ്ട് നിറയട്ടെ. നിരാശ വിട്ടുപോകട്ടെ. മനസ്സിൻ്റെ എല്ലാ അസ്വസ്ഥതകളും ഈ സമയം വിട്ടുപോകട്ടെ. എല്ലാ ദൗർഭാഗ്യങ്ങളും അബദ്ധങ്ങളിൽ നിന്നും ഇന്ന് കർത്താവ് നിങ്ങളെ രക്ഷിക്കട്ടെ. കർത്താവെ, ഇന്നത്തെ ദിവസം ദൈവനാമം മഹത്വപ്പെടുത്തുന്നതിനും എന്നെ പ്രതി സ്വർഗം സന്തോഷിക്കുന്നതിന് എൻ്റെ ജീവിതത്തിൽ ഞാൻ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനും സത്യാത്മാവേ എന്നെ ഇന്ന് നീ നയിക്കണമേ. സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കണമേ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങൾ സ്വീകരിച്ച് പ്രാർത്ഥന സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന നാഥ, ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾക്ക് മേലെ അത്ഭുതങ്ങൾ നടത്തുന്ന കർത്താവെ, അങ്ങേക്കെല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, സകല വിശുദ്ധരെ, ദൈവത്തിൻ്റെ മാലാഖമാരെ, ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും പ്രതി സ്വർഗം സന്തോഷിക്കുന്നതിന് ദൈവീകമായ അനുതാപമുള്ള ഹൃദയം നൽകി, സത്യത്തിൻ്റെ ഹൃദയം നൽകി ഇന്ന് ഞങ്ങൾ ജീവിക്കുന്നതിന് നിങ്ങളുടെ ഓരോരുത്തരുടെയും ശക്തമായ പ്രാർത്ഥന ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നമ്മെക്കുറിച്ച് തന്നെയുള്ള സത്യം നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നതിനും നാം ഇടപഴകുന്ന, നാം കേൾക്കുന്ന, നാം കാണുന്നതായ കാര്യങ്ങളുടെ സത്യം എന്താണ് എന്ന് മനസ്സിലാക്കി തരുന്നതിനും ദൈവത്തെക്കുറിച്ചുള്ള സത്യം ഇന്ന് നാം മനസ്സിലാക്കുന്നതിനും ദൈവം ഇന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാ അപകടങ്ങളിൽ നിന്നും നമുക്ക് സംരക്ഷണം നൽകട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ മക്കളോടും പൂർവികരോടും നിങ്ങളുടെ സകല തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ.